ഇത് രാജഭരണമല്ല മിസ്റ്റർ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുന്ന ചെറുപ്പക്കാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, ഞങ്ങൾക്ക് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പോലീസ് തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ കണ്ടു നിൽക്കാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ പണി? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ, ഈ രാജ്യത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ, ഈ രാജ്യത്തിന്റെ കസ്റ്റോഡിയൻ, ഭരണഘടനയുടെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയാണ്, ഞങ്ങൾക്ക് മനസ്സില്ല ഈ രാജ്യത്തുള്ള ആളുകളുടെ ക്ഷേമം അന്വേഷിക്കാൻ. ഞങ്ങൾക്കറിയേണ്ടത് ഭരണാധികാരികളുടെ അധികാരം സംരക്ഷിക്കാൻ എന്തൊക്കെ വളഞ്ഞ വഴിയുണ്ടോ അതൊക്കെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി എന്നതാണോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിന്റെ അർത്ഥം? ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേവലം അഭിജിത് ദീപ്കയോ അതല്ലെങ്കിൽ കുറച്ച് ആളുകളോ ചേർന്ന് വരുന്ന ഒരു സംഘടനയല്ല. അത് ഈ രാജ്യത്തിലെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ഒരു വലിയ മറുപടിയാണ്. ഈ രാജ്യം കോൺഗ്രസ് വെട്ടിപ്പിടിക്കാൻ തിരിച്ചു ശ്രമിക്കുന്നതിന്റെ സൂചനകളാണ് എന്നൊക്കെ പറഞ്ഞ് BJP തടിയൊഴിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രാജ്യം BJP വിരുദ്ധരുടെ ശക്തി കേന്ദ്രമായി തിരികെ വരും. അവിടെ കോൺഗ്രസ് മാത്രമായിരിക്കില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അധികാരവർഗങ്ങളെ തഴച്ചു വളരാൻ അനുവദിക്കില്ല. അവർ ജീവിതം തകർക്കുകയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ജീവിതം തകർക്കുകയാണ്. നീറ്റ് പരീക്ഷ എന്ന ഈ പേക്കൂത്ത് അവസാനിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ ക്ഷമ കെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം തുലാസിലാക്കിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു ധർമ്മവും ഇല്ലാത്ത, അധികാരം തലയ്ക്ക് പിടിച്ച വിറളി പിടിച്ച് നടക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടല്ലോ, ആ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതെ, അയാളെ ഈ ഡൽഹിയിൽ നിന്ന് കെട്ടുകെട്ടിക്കാതെ ഈ സമരം അവസാനിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്നതാണ് സുപ്രീം കോടതിയോടും നരേന്ദ്രമോദിയോടും രാഷ്ട്രപതിയോടും ഉന്നത അധികാരത്തിലിരിക്കുന്ന സകല ഏമാന്മാരോടും കൃത്യമായി പ്രതിഷേധക്കാർ ജന്തർ മന്ദറിൽ വെച്ച് പറഞ്ഞത്. ഇതൊരു ഐതിഹാസിക സമരമെന്നോ ഇതൊരു വലിയ കലാപ സാഹചര്യമെന്നോ എന്തു വേണോ പറഞ്ഞോട്ടെ, ഈ രാജ്യത്ത് കൊടിപിടിക്കാൻ അവകാശം ഏത് സാധാരണക്കാരനും ഭരണഘടനയുടെ പേരിൽ കൊടിപിടിക്കാൻ അവകാശമുണ്ട്. അത് റദ്ദാക്കാനാണ് പരിപാടിയെങ്കിൽ, അത് തകർത്ത് തരിപ്പണമാക്കാനാണ് പരിപാടിയെങ്കിൽ നിങ്ങൾ പോയി വേറെ പണി നോക്ക്. നിങ്ങളല്ല ഈ രാജ്യം ഭരിക്കേണ്ടത്. ഈ രാജ്യം ഭാരതീയരുടെ മുഴുവനാണ്. ഏതെങ്കിലും വ്യക്തിയുടെ പിതാവിന്റെയോ മാതാവിന്റെയോ തറവാട് വകയല്ല ഇത് എന്ന് മിസ്റ്റർ മോദിയുടെ മുഖത്ത് നോക്കി പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഈ നൂറ്റാണ്ടിന്റെ പുത്രിയാണ്, ഈ ഭാരതത്തിന്റെ പുത്രിയാണ്.